പാർക്കിൻസൺസ് രോഗികളെ ചികിത്സിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്, എല്ലാവരും പറയും ഡോക്ടറെ എനിക്ക് വിറയലൊന്നുമില്ല കൈക്ക്, അപ്പോൾ ഇത് പാർക്കിൻസൺസ് രോഗമാണോ? ചിലർ വരും എനിക്ക് വിറയൽ മാത്രമേ ഉള്ളൂ ഡോക്ടറെ, ഇത് പാർക്കിൻസൺസ് രോഗമാണോ? അപ്പോൾ ആദ്യമേ തന്നെ രോഗികൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രെമേഴ്സ് തന്നെ പല രീതിയിലുള്ള വിറയലുകളുണ്ട്. കൈയുടെ വിറയലാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ റെസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൈ അനങ്ങാതിരിക്കുന്ന സമയത്തുണ്ടാകുന്ന കൈയുടെ വിറയൽ, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ വരുന്ന ട്രെമർ, ഇത് രണ്ടും രണ്ട് രീതിയിലാണ് കാണേണ്ടത്. പാർക്കിൻസൺസ് പോലെയുള്ള ന്യൂറോ ഡീജനറേറ്റീവ് ആയിട്ട് വരുന്ന ഒരു രോഗത്തിൽ പ്രധാനമായിട്ടും റെസ്റ്റിംഗ് ട്രെമേഴ്സ് ആണ്. കൈ വെറുതെ ഇരിക്കുമ്പോഴും ട്രെമർ ഉണ്ടാകും. പക്ഷേ വേറെ പല ന്യൂറോളജിക്കൽ കണ്ടീഷൻസിലും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ട്രെമേഴ്സാണ്. അതിൻ്റെ എസെൻഷ്യൽ ട്രെമേഴ്സ് എന്ന് പറയും. അതിൻ്റെ അകത്ത് തന്നെ ഓരോ ആക്ഷൻ അനുസരിച്ചും ഓരോ രീതിയിലെ എസെൻഷ്യൽ ട്രെമേഴ്സിന് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൈക്ക് ട്രെമറാണ് എന്ന് വിചാരിച്ച് എല്ലാം പാർക്കിൻസൺസ് രോഗമാവണമെന്ന് നിർബന്ധമില്ല. അത് നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത്.